ഹലോ, ഞാൻ ലിബിൻ്റെ. അപ്പൊ ഞാനിന്ന് ദിലീപിന്റെ പടമായ പ്രിൻസ് ആൻഡ് ഫാമിലി പടം ഇന്ന് ഞാൻ ഫസ്റ്റ് ഷോ കണ്ടില്ല. SDFS ഞാൻ മിസ്സാക്കി. കാരണം ഇവിടെ ജോലിയും കാര്യങ്ങളും ഉണ്ടായ കാരണം പിന്നെ അതിന് പോകാൻ പറ്റിയില്ല, കാലത്ത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ FTLS കണ്ടു. അതായത് ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഷോ 11:59 ഷോ. അത് കണ്ടത് ഇവിടെ ഒന്നല്ല, അങ്കവാലിന്റെ അടുത്തൊന്നല്ല. ഞാൻ കണ്ടത് വരാപ്പുഴ സിനിമാസിൽ. കാര്യം എന്ന് പറഞ്ഞാൽ 4K ഇരുന്ന് കാണണമെന്ന് ഒരാഗ്രഹം തോന്നി. പിന്നെ സിനിമാസ് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ പോക്ക് പടം കണ്ടു. ഈ പടത്തിനെ കുറിച്ചല്ല, ഈ വീഡിയോയില് ഞാൻ മെയിനായിട്ട് പറയുന്നത് തിയേറ്ററിനെ കുറിച്ചാണ്. അതായത് സിനിമാസ് ചെറിയ 2 സ്ക്രീനുള്ള ഒരു തിയേറ്റർ, അങ്ങനെയാണ് പറയാൻ. മറ്റേ സ്ക്രീൻ 1 ഞാൻ കണ്ടിട്ടില്ല. 1 4K അറ്റ്മോസ് സംഭവങ്ങൾ കിട്ടുന്നു. സ്ക്രീൻ 2 4K ഉണ്ട്, 7.1. അതെ. അപ്പൊ പിന്നെ തിയേറ്റർ വെച്ച് നോക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞ് തിയേറ്റർ. അതുകൊണ്ട് തന്നെ സ്ക്രീൻ കുറച്ച് മുകളിലാണോന്ന് ഒരു സംശയമുണ്ട്, അത് പൊക്കത്താണോന്ന് ഒരു സംശയമുണ്ട്. ഫ്രണ്ടിലേക്ക് ഇരിക്കുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഫ്രണ്ടിലേക്ക് ഇരിക്കുമ്പോ മുകളിലേക്ക് തന്നെ നോക്കി ഇരിക്കേണ്ട ഒരു സംഭവം വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിരുന്നത് തേർഡ് റോ, ബാക്കിൽ നിന്ന് തേർഡ് റോ. ഞാൻ അവിടെ ഇരിക്കാറ്. ഞാൻ അങ്ങനെയുള്ള സീറ്റുകളിലാണ് ഞാൻ ഇരിക്കാറ്. കാരണം ബാക്കിൽ സെന്ററായിട്ട് ഞാൻ ഏത് തിയേറ്ററിൽ പോയാലും പിടിക്കാറുള്ളൂ. കാരണം എനിക്ക് അവിടെ ഇരുന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടുമ്പോഴാണ് എനിക്ക് ആ തിയേറ്ററിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയാൻ തോന്നുന്നത്. പിന്നെ ഇവിടെ സൗണ്ടൊക്കെ നോർമൽ തന്നെയായിരുന്നു, അത് കൂടുതൽ എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ സ്ക്രീനിന്റെ കാര്യമാണ്. പിന്നെ അവിടുത്തെ സീറ്റിന്ന് പറഞ്ഞ കപ്പ് ഹോൾഡർ അത് കുറച്ച് ചെറുത്, ഒരു കുപ്പി പോലും മര്യാദയ്ക്ക് കടക്കാത്ത ഒരു കപ്പ് ഹോൾഡർ പോലെ എനിക്ക് തോന്നിയതല്ല, അങ്ങനെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിന്റെ അകത്തേക്ക് തന്നെ, അതായത് ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം കയറാൻ ഒട്ടും സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇരുന്ന സീറ്റിലൊക്കെ മുമ്പത്തെ ഷോ കഴിഞ്ഞതിന്റെ പോപ്കോണും കാര്യങ്ങളൊക്കെ കിടക്കണത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ക്ലീനിങ് എനിക്ക് തോന്നുന്നു ആ തിയേറ്ററിൽ ഇല്ലെന്നാണ്. കാരണം ഈ ഞാൻ 11:59 പോയത്. അപ്പൊ അതിന് മുമ്പത്തെ ഷോ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 11:35 ആയപ്പോഴാണ് മുമ്പത്തെ ഷോ കഴിഞ്ഞ്. പിന്നെ ഒരു 20 മിനിറ്റ് കൊണ്ട് എന്തായാലും ഇങ്ങനെ 2 സ്ക്രീൻ ക്ലീൻ ചെയ്ത് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലീനിങ് അവിടെ നടന്നിട്ടില്ല, അത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, സീറ്റില് പോപ്കോണും കാര്യങ്ങളൊക്കെ കിടക്കണ്ടായി. അത് പിന്നെ നമ്മള് തട്ടിക്കളഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. തിയേറ്ററിനെ പറ്റി ഇതാണ്, ഇത്രേ ഉള്ളൂ. അതായത് ഉള്ളില് 4K കാര്യങ്ങള് സോണിയുടെ കണ്ടതാണ് 4K. കാരണം എഴുതി കാട്ടിയായിരുന്നു സോണി 4K. സോണി എഴുതി കാട്ടിയായിരുന്നു. പിന്നെ വേറെ അങ്ങനെ മോശമായിട്ടും തോന്നില്ല. ഞാൻ പറഞ്ഞില്ല, സ്ക്രീൻ ഇത്തിരി പൊക്കമുണ്ട്. അത് ബാക്കിൽ ഇരിക്കുമ്പോഴൊക്കെ നല്ല കറക്റ്റ് വ്യൂ കിട്ടും. പക്ഷെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിന്റെ സ്റ്റാഫുകള്, അവരുടെ പെരുമാറ്റം കുറച്ച് മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് പുറത്തിറങ്ങിയപ്പോ ഈ ചിലവരൊക്കെ വന്ന് നോക്കണുണ്ട്, അതായത് തൊട്ടപ്പുറത്തെ സ്ക്രീനിൽ ഏത് പടാന്നൊക്കെ നോക്കുന്നുണ്ട്. ഈ സ്റ്റാഫുകളുടെ പെരുമാറ്റം, അതായത് അവര് തുറക്കുമ്പോ വാതിലടക്കി എന്ന് പറയുന്നത്, ആ പെരുമാറ്റം കുറച്ച് ഓവറായിട്ട് തോന്നി. വേറെ കുഴപ്പമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. എന്തായാലും തിയേറ്ററും കൊള്ളാം. തിയേറ്ററില് ഞാൻ 2 സ്ക്രീനും അറ്റ്മോസാന്ന് വിചാരിച്ച് ഞാൻ പോയത്. ഞാൻ ബുക്ക് ചെയ്തപ്പോ ഞാൻ നോക്കിയിരുന്നില്ല. കാരണം ആദ്യം കണ്ടത് സ്ക്രീൻ 1 കണ്ടത് തോന്നുന്നു, അവിടെ അറ്റ്മോസ് ആയിരുന്നു. നേരെ സ്ക്രീൻ 2 നോക്കിയപ്പോ ഞാൻ നോക്കിയില്ല. എന്തായാലും അറ്റ്മോസ് അല്ല, കുഴപ്പമില്ല, ഒരു ഡീസന്റ്. അതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിങ്ങി നിറങ്ങിയാണ്. കാരണം ഞാനൊക്കെ വണ്ടി പുറത്താണ് വെച്ചത്. കാരണം ഈ പറഞ്ഞില്ലേ, ഞാനവിടെ ചെന്നിട്ട് 10 മിനിറ്റ് അങ്ങോട്ട് 15 മിനിറ്റിനുള്ളില് എല്ലാവരും അകത്തേക്ക് കയറണം. അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്.
അതായത് 15 മിനിറ്റ് സമയം ഫ്രീ ടൈം കിട്ടിയിട്ടുള്ളൂ ഒരു ഷോ കഴിഞ്ഞ് മറ്റു ഷോയ്ക്ക്. അപ്പൊ പിന്നെ ഞാൻ വണ്ടി എന്തായാലും പുറത്ത് വെച്ച എന്തായാലും നല്ലൊരു തിയേറ്റർ കുഴപ്പമില്ല. ശരി, ഇത്രേ ഉള്ളൂ.